Hi, hello all. I think everybody is doing fine. Ready? So maybe you going through your last day preparations before a CFR or any other subjects if you attempting for both group. So don't worry. So I'm coming here just to deliver some points before attempting CFR exam. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി നിങ്ങൾ CFR പോലെയുള്ള ചാലഞ്ചിങ് സബ്ജക്ട്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ചില മൈൻഡ് സെറ്റ് പോയിന്റ്സ്, അതുപോലെ തന്നെ CFRന്റെ ലാസ്റ്റ് ഡേ റിവിഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഓർഡറിൽ ചെയ്യണം, ദാറ്റ് ഐ വിൽ ടെൽ യു അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. റെഡി? ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ ഓൾമോസ്റ്റ് സംടൈംസ് ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ ചില പോയിന്റ്സ് തന്നെയാണ്. ബട്ട് നിങ്ങൾ ലാസ്റ്റ് ഡേയിൽ സ്ട്രൈക്ക് ചെയ്യേണ്ട ചില പോയിന്റ്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റെഡി? ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മന്ത് അല്ലെങ്കിൽ 4 മന്ത് പ്രിപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും എക്സാമുകളിലോട്ട് പോകുന്നത്. റെഡി? മേ ബി നിങ്ങൾ 2 മന്ത്, ഐ ഡോണ്ട് നോ. സോ ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ 3 hour എക്സാം പെർഫോമൻസ് എങ്ങനെ ഉഷാറാക്കണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. റെഡി? അപ്പോൾ ബേസിക്കലി എനിക്കിതിൽ പറയാനുള്ളത്, നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പ്രൊഫഷണലി ഇതിനെ ഹാൻഡിൽ ചെയ്യുക. ഇറ്റ്സ് എ സ്കിൽ സെറ്റ്. എക്സാം ഹാളിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ലിൻ്റെ ഭാഗമാണ്. റെഡി? സോ ഒരുപാട് ചലഞ്ചസിന് ഇടയ്ക്കിൽ നമ്മൾ കൂളായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു സ്കിൽ സെറ്റാണ്. അത് നമ്മൾ മെയ്ക്കബിൾ സ്കില്ലാണ്. ഇറ്റ്സ് നോട്ട് എൻ ഇൻബോൺ സ്കിൽ. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എപ്പോഴും ടെൻഷൻ വരും, ബാക്കി കുട്ടികളൊക്കെ എപ്പോഴും കൂൾ, അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു മൈൻഡ് സെറ്റ് ഗെയിമാണ്. ജസ്റ്റ് എ വൺ മൊമെന്റ് മാറ്റർ. റെഡി? അപ്പം എവറിബഡി ക്യാൻ ടേക്ക് ബാക്ക് ഇൻ ടു എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. റെഡി? സോ ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം ഹാളിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നിങ്ങൾ ഇതിനെ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പേപ്പർ സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. റെഡി? അതായത് എസ്പെഷ്യലി ഒരു ഫൈനൽ അറ്റംപ്റ്റിലൊക്കെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ദർ ആർ 3 types ഓഫ് എക്സാം പേപ്പേഴ്സ് യു മൈറ്റ് സി. ഒരു ഗ്രൂപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു ഈസി പേപ്പർ, മോഡറേറ്റ് ആൻഡ് സൂപ്പർ ടഫ് പേപ്പർ. ദിസ് ആർ 3 types. റെഡി? അപ്പോൾ റിമെമ്പർ, എന്താണ് ഈസി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, റിമെമ്പർ നമുക്കൊരു 128 നമ്മുടെ എക്സാം വിത്ത് ഓപ്ഷൻസ്. റെഡി? അതിലൊരു 80 above നിങ്ങൾ കണ്ട ICMA ഒക്കെ സോഴ്സിലില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ ICMA സോഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇറ്റ്സ് എ ഈസി മോഡ് ക്വസ്റ്റ്യൻ. റെഡി? ആൻഡ് സെക്കൻഡ് ഒരു 60 to 90 ഫെമിലിയർ ക്വസ്റ്റ്യൻ, ബാക്കിയുള്ളത് ഒരു അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ മോഡറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സൂപ്പർ ടഫ് പേപ്പർ ക്വസ്റ്റ്യൻസ് നിയർലി ഒരു 70 റേഞ്ചിലോട്ട് അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്, അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്. റെഡി? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 128 മാർക്കിനും നിങ്ങൾ അറിയുന്ന കറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. സോ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് ട്രൈ ചെയ്യുക പ്രിപ്പറേഷനിൽ എന്നേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് എക്സാം ഹോളിൽ 128 നിങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല ഫോർ ബീങ് എ ചാമ്പ്യൻ. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ ഈസി പേപ്പറും മോഡറേറ്റ് പേപ്പറും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു സൂപ്പർ ടഫ് പേപ്പർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CMA ഫൈനലിൻ്റെ ഗ്രൂപ്പ് 3 ആവട്ടെ 4 ആവട്ടെ, സ്വാഭാവികമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കോംബോ ഓഫ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സൂപ്പർ ടഫ് പേപ്പർ ഉണ്ടാവും. റെഡി? അതുപോലെ രണ്ടൊരു മോഡറേറ്റ് എക്സാം ആൻഡ് 2 മോഡറേറ്റ് പേപ്പർ ആൻഡ് 1 സൂപ്പർ ഈസി പേപ്പർ. ദിസ് മൈറ്റ് ബി 1 type ഓഫ് കോംബോ. റെഡി? അങ്ങനെ 4 സബ്ജക്ട്സിൽ 2 പേപ്പർ ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ്, ദെൻ 1 സൂപ്പർ ടഫ്, മറ്റൊന്ന് സൂപ്പർ ഈസി. ദ അതർ ടൈപ്പ് ഓഫ് കോംബോ എന്ന് പറയുന്നത് 4 ഒരു മോഡറേറ്റ് എക്സാം എന്ന് പറയാം. റെഡി? ഇതാണ് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൂപ്പർ ടഫ് പേപ്പർ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് കോമൺ ആണ്. ഇത് നിങ്ങളുടെ അറ്റംപ്റ്റിന് മാത്രമല്ല പ്രശ്നമല്ല. സ്വാഭാവികമായിട്ട് ഈ സൂപ്പർ ടഫ് പേപ്പറിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെഡി? ബൈ മൈൻഡ് സെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൂപ്പർ ടഫ് പേപ്പറിനെ ഹാൻഡിൽ ചെയ്യൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂപ്പർ ടഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 60 to 80 നിയർലി അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിയർലി ഒരു 50 റേഞ്ചൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓൺ ആവറേജ് 60 to 70 അറിയാത്ത ക്വസ്റ്റ്യൻ. അറിയാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അൺഫെമിലിയർ എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ സ്വാഭാവികമായിട്ട് ICMAയുടെ സോഴ്സിൽ നിന്നല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ICMAയുടെ സോഴ്സിനപ്പുറം ഒരു 200+ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടാണ് എക്സാം ഹോളിലോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ഈ ഗ്രൂപ്പിൽ പെടില്ല. സ്റ്റിൽ എന്തായാലും ഒരു 60 to 70 അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് എന്നിരിക്കുക. സ്റ്റിൽ ആ എക്സാം ഇതേ പരമാവധി ഉണ്ടാവുള്ളൂ. അതായത് ഒരു സൂപ്പർ ടഫ് പേപ്പർ ആണെങ്കിൽ തന്നെ ബാക്കി നിങ്ങൾ നോക്ക്, ഒരു 50 to 60 മാർക്കിന്, അല്ലെങ്കിൽ സംടൈംസ് ഇതൊരു 40 to 60 മാർക്കിന് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, റെഡി, ഇറ്റ്സ് എ പ്രൊഫഷണൽ ഗെയിം. ഒരു സൂപ്പർ ടഫ് പേപ്പർ കിട്ടുക, അത് അവർ ഇടുന്നത് ഒരു പ്രൊഫഷണൽ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നിങ്ങൾ ഇമോഷണലി നേരിടരുത്, പ്രൊഫഷണലി റെസ്പോണ്ട് ചെയ്യുക. അതായത് പ്രൊഫഷണലി റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബേസിക്കലി ഇതൊരു എലിമിനേഷൻ റൗണ്ടാണ് ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായിട്ടും ICMA ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഒരു പേപ്പർ കാരണം എലിമിനേറ്റഡ് ആവരുത്. റെഡി? സോ അതുകൊണ്ട് തന്നെ യു പ്ലേ വൈസ്ലി. എങ്ങനെയാണ് ഇതിനെ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 40 to 60 വാട്ട് എവർ ദ ടഫസ്റ്റ് പേപ്പർ, 40 to 60 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. റെഡി? പക്ഷേ അത് പല സോഴ്സിൽ പല ലോട്ടിലായിട്ടായിരിക്കും കിടക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ 1ൽ A അറിയില്ല, ബട്ട് B അറിയാം. റെഡി? അപ്പോൾ ഇനി 2ൽ A അറിയാം, B അറിയില്ല. അപ്പോൾ ഒരിക്കലും ഒരു ലോട്ട് Aയും Bയും കംപ്ലീറ്റ്ലി അറിയുന്നത്, അതുപോലെ 3ൽ Aയും Bയും അറിയില്ല, ഇങ്ങനെ ഒരു ലോട്ട് വരില്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് അവർക്കും അറിയാം നിങ്ങൾക്ക് ഏതാണ് ഇതിൽ സുഖം വരിക, ടഫ് വരാന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചിതറിയിട്ടായിരിക്കും, കലങ്ങിയിട്ടായിരിക്കും ഇടുക. ഒരിക്കലും അറിയുന്ന എല്ലാ ക്വസ്റ്റ്യനും ഒരു ലോട്ടിലും, അറിയാത്ത എല്ലാ ക്വസ്റ്റ്യനും മറ്റൊരു ലോട്ട്. അങ്ങനെയാകുമ്പോൾ ചോയ്സ്, ഡെസിഷൻ എളുപ്പമായിരിക്കും. അതൊരിക്കലും അവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് ടേക്ക് സം ഡെസിഷൻ. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ MCQs വായിക്കരുത്. MCQs എന്തായാലും 1 ടൈം റീഡ് ചെയ്ത് അപ്പം തന്നെ ആൻസർ ചെയ്യുന്ന പാറ്റേണിൽ ചെയ്താൽ മതി. അത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ വായിക്കണ്ട. റെഡി? കാരണം അതെന്തായാലും മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 7 ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യണം? അപ്പോൾ സ്വാഭാവികമായിട്ടും 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും 14 മാർക്കിൻ്റെ. അതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഏത് ലോട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതിന് ഞാനൊക്കെ ഫൈനൽ എക്സാം എഴുതുമ്പോൾ ചെയ്തിരുന്നത്, സ്വാഭാവികമായിട്ടും ഹോൾ ടിക്കറ്റിൻ്റെ പിറകിൽ ഞാൻ ആദ്യമേ 1, 2, 3, 4, 5, 6 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും കൂൾ ഓഫ് ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 1ലെ A വായിച്ചു, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ടിക്ക് അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ അടുത്തത് B ഉറപ്പാണ്, നിങ്ങൾ പഠിക്കാത്ത ഒരു ഏരിയയിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് ക്രോസ് ചെയ്തിടുക. അതിന് എത്രയാണ് മാർക്ക് എന്നും അവിടെ സൂചിപ്പിച്ചിടുക. പിന്നെ അതുപോലെ തന്നെ C അറിയാം, അറിയില്ല, ഓൾമോസ്റ്റ് വി മേക്ക് എ ട്രൈ. ചിലപ്പോൾ കിട്ടൂല, പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെയാണ്. ചില 1-2 അഡ്ജസ്റ്റ്മെൻറ്റേ പ്രശ്നമുള്ളൂ. അങ്ങനെയാണെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കുക. റെഡി? സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ A അറിയില്ല, B അറിയാം, ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ A അറിയില്ല, B അറിയാം, അടുത്ത ക്വസ്റ്റ്യനിൽ A അറിയാം, B അറിയില്ല. റെഡി? അടുത്ത ക്വസ്റ്റ്യനിൽ A കംപ്ലീറ്റ്ലി അറിയാം, അടുത്തതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൂൾ ഓഫ് ടൈമിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും എഴുതി വെച്ചാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ഏത് ക്വസ്റ്റ്യൻ ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നറിയും. റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ മാർക്കിന് ക്രോസ് വന്നത് ഏതാണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഡിസിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ടൈ ആയിട്ട് വരുന്ന ചില ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 3 എണ്ണം ഒരേപോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഏറ്റവും ടൈം കുറഞ്ഞിട്ട് ഏതാണ് അറ്റംപ്റ്റ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ഡിസിഷൻ എടുക്കുക. റെഡി? പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് കൂൾ ഓഫ് ടൈമിൽ ഏത് ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ 5 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ മക്കളെ, ആ 5 ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ആദ്യ മണിക്കൂറുകളിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്?
അപ്പോൾ ആദ്യ മണിക്കൂറിൽ ഒരിക്കലും ഡിസ്കംഫർട്ട് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യരുത്, കംഫർട്ട് ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യാറൂ. അതായത് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഇതിൽ 1 നിങ്ങൾ എഴുതാമെന്ന് തിരഞ്ഞെടുത്തു, അതിൽ എ അറിയുന്നതാണ്, അത് എഴുതി. പക്ഷേ ബി നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ അല്ലെങ്കിൽ സി നിങ്ങൾക്ക് അറിയില്ല, ബട്ട് ലെറ്റ്സ് മേക്ക് എ ട്രൈ. ആ ട്രൈ അപ്പം നിങ്ങൾ നടത്തണ്ട. നിങ്ങളുടെ മറ്റ് ലോട്ടിലെ എല്ലാ അറിയുന്ന കംഫർട്ട് ഈസി ക്വസ്റ്റ്യൻസും എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിസ്കംഫർട്ട് ടച്ച് ചെയ്താൽ മതി. അപ്പൊ സാറേ ഒരു ലോട്ട് എഴുതിയാൽ ഫുൾ എഴുതണം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പോൾ 1 എ നിങ്ങൾ എഴുതി, ബി അല്ലെങ്കിൽ സി പിന്നീട് എഴുതാമെന്നാണെങ്കിൽ 1 ബിക്ക് എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സ്പേസ് ലീവ് ചെയ്തിടുക, ഡബിൾ സ്പേസ് ലീവ് ചെയ്തിടുക. അതായത് ഒരു പേജ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണെങ്കിൽ 2 പേജ് എന്ത് ചെയ്യുക, ലീവ് ചെയ്തിടുക. ദെൻ യു ഗോ ടു അതർ കംഫർട്ട് ക്വസ്റ്റ്യൻ. അതായത് ആദ്യ മണിക്കൂറിൽ അറിയുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആദ്യം പിക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? റെഡി? അങ്ങനെ ഓർഡർ സെറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 3-3.5 ഒക്കെ ആവുമ്പോൾ, നിങ്ങൾ 1.5 മണിക്കൂറൊക്കെ എക്സാം ഹോളിൽ കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾ അറിയുന്ന ഫെമിലിയർ ക്വസ്റ്റ്യനൊക്കെ അറ്റംപ്റ്റ് ചെയ്തു. അതോടുകൂടെ ഒരു 30 MCQ അടക്കം ഒരു 30 to 40 മാർക്കിനൊക്കെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30 മാർക്കിനൊക്കെ പോക്കറ്റിലായിട്ട് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഓൾറെഡി നിങ്ങൾ ആ പേപ്പർ മാനേജ് ചെയ്തു എന്നാണ് അർത്ഥം. റെഡി? ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഹവേഴ്സിനെ മാനേജ് ചെയ്യേണ്ടത്. പക്ഷേ അൺസ്മാർട്ടായിട്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അവർ ഡിസ്കംഫർട്ട് ക്വസ്റ്റ്യനിലോട്ട് ഫോക്കസ് ചെയ്യും. ഒരു സൂപ്പർ ടഫ് പേപ്പറിൽ ഞാൻ പറഞ്ഞു ഒരു 70 മാർക്കോളം അറിയാത്ത അൺഫെമിലിയർ ക്വസ്റ്റ്യൻ, അതിലോട്ടാണ് കുട്ടികൾ ഫോക്കസ് കൊടുക്കുക തുടക്ക മണിക്കൂറിൽ. അതിലൊരിക്കലും ഫോക്കസ് കൊടുക്കരുത്. അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ എഴുതിയാൽ 40 മാർക്ക് 50 മാർക്കിനുള്ളതുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിലോട്ട് ഫോക്കസ് കൊടുത്താൽ മതി ആദ്യ മണിക്കൂറിൽ. എന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പരമാവധി അറിയുന്നതൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതൊക്കെ നമുക്ക് ലാഭങ്ങളാണ്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1-2 അഡ്ജസ്റ്റ്മെന്റ് മേ ബി ചിലപ്പം നമ്മൾ സംതിങ് ന്യൂ ആയിരിക്കാം. അങ്ങനെയുള്ളതാണ് എങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ആദ്യ തവണ സ്പാർക്ക് വന്നിട്ടില്ലെങ്കിൽ റീഡ് അഗെയിൻ. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് കണക്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. റെഡി? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും കാണാത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ നിങ്ങൾ മൈൻഡ് സെറ്റിൽ വെക്കുക. കാണാത്ത ക്വസ്റ്റ്യൻ നോട്ട് ഈക്വൽ ടു കിട്ടാത്ത ക്വസ്റ്റ്യൻ. ഒരിക്കലും അറിയാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി അതിനർത്ഥം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അതേ ക്വസ്റ്റ്യൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഓൾമോസ്റ്റ് അതിൻ്റെ നോളജ് ടൂളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ലെവലിൽ നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കുക. ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല, സ്വാഭാവികമായിട്ടും റീഡ് അഗെയിൻ. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് സ്വാഭാവികമായിട്ടും പരമാവധി ഒരു 8 മാർക്കുള്ള ഐറ്റം 2 മാർക്ക് പിടിക്കാൻ പറ്റിയാലും വലിയ കാര്യമാണ്. ഇങ്ങനെ പരമാവധി എന്ത് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് ടാലി ആക്കുക. അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇംപെർഫെക്റ്റ് ആൻസർ വെച്ചിട്ട് പോവുക. റെഡി? സോ ട്രൈ ടു അറ്റംപ്റ്റ് മാക്സിമം 100 മാർക്സിന് അറ്റംപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ ടു ഹാവ് അൺഫിനിഷ്ഡ് ആൻസേഴ്സ്, ഇംപെർഫെക്റ്റ് ആൻസേഴ്സ്, ബട്ട് യു അറ്റംപ്റ്റ് മാക്സിമം 100. റെഡി? ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി CFR പോലെയുള്ള SFM പോലെയുള്ള സബ്ജക്ട്സിൽ ടൈം മാനേജ്മെന്റ് വലിയ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്ക് വരാത്ത ടൈം പരമാവധി ഒഴിവാക്കുക. വാല്യൂ ആഡഡ് അല്ലാത്ത ടൈം പരമാവധി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ തന്നെ പല ആൻസറും അനാവശ്യമായി മൊഞ്ചു കൂട്ടാൻ ശ്രമിക്കും. അനാവശ്യമായി മൊഞ്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ സ്കെയില് പെൻസിലൊക്കെ യൂസ് ചെയ്യണം, അത് തന്നെയാണ്. പക്ഷേ സ്കെയിലും പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ അനാവശ്യമായി ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കറക്റ്റ് അലൈൻമെൻറ്റ് വെച്ചാലും ഇറ്റ്സ് ഓക്കെ. ഞാനൊക്കെ എൻ്റെ പേപ്പർ വേണമെങ്കിൽ ഞാൻ എൻ്റെ പേപ്പർ ഇവിടെ കാണിച്ചു തരാം. റെഡി? സോ സ്വാഭാവികമായിട്ടും അതിലൊന്നും ഒരിക്കലും ഓക്കെ, ഇതിപ്പോൾ എൻ്റെ SFMൻ്റെ പേപ്പറാണ്. റെഡി? അപ്പം ഞാൻ എഴുതുമ്പോൾ ആക്ച്വലി എനിക്ക് സ്വാഭാവികമായിട്ടും സ്കെയിൽ യൂസ് ചെയ്യുക എന്നുള്ളതിനൊന്നും അധികം സ്വാഭാവികമായിട്ടും ടൈം എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സ്കെയിലൊക്കെ വരച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 7 മിനിറ്റൊക്കെ 7 to 10 മിനിറ്റൊക്കെ ആവും മൊഞ്ച് കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ആ ഇടത്ത് എനിക്കൊരു 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്കെയിലൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. റെഡി? കാരണം CAയുടെ ഫൈനലിൽ FR SFM ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 100 മാർക്കിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ അലൈൻമെൻറ്റ്
സൈലൻസും പ്രൊഫഷണൽസും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതായത് കൃത്യമായിട്ട് നീറ്റായിട്ട് ഹെഡിങ്സ് ഒക്കെ കൊടുക്കുക, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുക. റെഡി? സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ, സ്കെയിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല എന്ന് കരുതി ഞാനത് അഭിമാനത്തോടു കൂടിയല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു സ്കോർ 71. റെഡി? അപ്പോൾ പറഞ്ഞ എന്തിനാ വെച്ചാൽ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് മാർക്കൊന്നും കുറയില്ല. പക്ഷേ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ സമയമില്ലെങ്കിൽ പിന്നെ അതിനൊന്നും നിൽക്കരുത്. ഇങ്ങനെ വാല്യൂ ആഡഡ് ആവാത്ത ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എ മിനിറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്മാർട്ടായിട്ട് സ്പീഡായിട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും കൂൾ ആൻഡ് സ്ലോ ആയിട്ട് വായിച്ചാൽ മതി. ബേജാറായിട്ട് വായിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു വലിയ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂൾ ആൻഡ് സ്ലോ ആയിട്ടാണ് തോട്ട് പ്രോസസ്സ് വർക്കാവേണ്ടത്. നിങ്ങൾ ബേജാറായിട്ടാണെങ്കിൽ കറക്റ്റ് പോയിന്റ് ഒക്കെ മിസ്സാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ചില കീ ഫിഗേഴ്സ്, കീ പോയിന്റ്സുകൾ ഉണ്ടാവും. അതൊക്കെ റൗണ്ട് ചെയ്തിട്ട് വരച്ചിട്ടൊക്കെ ചെയ്യുക. റെഡി? എന്നിട്ട് സ്വാഭാവികമായിട്ടും വലിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, കൺസോൾട്ടേഷൻ ബിസിനസ് കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, മേക്ക് എ റൂട്ട് മാപ്പ്. ഇതിൽ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു മൈൻഡിൽ വാക്കായിട്ട് സ്റ്റാർട്ട് ആൻസർ ചെയ്താൽ മതി. പെട്ടെന്ന് ബേജാറായിട്ട് കൃത്യമായിട്ട് വായിക്കാണ്ട ചെയ്യരുത്, അത് അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കൂൾ ആൻഡ് സ്ലോ ആയിട്ടാണ് തോട്ട് പ്രോസസ്സ് റൺ ചെയ്യേണ്ടത്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾ എയ്ത്ത് ആൻഡ് കാൽക്കുലേഷൻ, റൈറ്റിങ്ങും കാൽക്കുലേഷനും പരമാവധി സ്പീഡിൽ എഴുതുക. റെഡി? സോ തുടക്കത്തിലേ നിങ്ങൾ റൈറ്റിങ്സ് ഒക്കെ കുറച്ച് സ്പീഡാക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ലോയുടെ പേപ്പറിനൊന്നും അല്ല, തിയറി പേപ്പേഴ്സിനൊന്നും അല്ല. CFR, SFM പോലെയുള്ള കുറച്ച് ടൈം ഇഷ്യൂ ഉള്ള പേപ്പറുകൾക്കാണ് എസ്പെഷ്യലി ഞാനിത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. റെഡി? അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു പരമാവധി കൂളായിട്ട് ശാന്തമായിട്ട് വായിക്കുക. എന്നിട്ട് ബിൽഡ് സം റൂട്ട് മാപ്സ്, എവിടെ തുടങ്ങി എവിടേക്ക് പോകണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ. ദെൻ യു സ്റ്റാർട്ട്. റൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിൽ എഴുതുക, കറക്റ്റ് അലൈൻമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് എഴുതുക. പിന്നെ പരമാവധി സ്പേസ് ഒക്കെ വിട്ടിട്ട് തിക്കി തിരക്കി എഴുതാണ്ട് ഫ്രഷ് ആൻസേഴ്സ് ഫ്രഷ് പേജിൽ എഴുതുന്ന രീതിയിലൊക്കെ ചെയ്തൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഇനി ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡേ ബിഫോർ CFR അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പരമാവധി ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വ്യക്തമായ കോൺഫിഡൻറ്റ് പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ പോകാം. പക്ഷേ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഐഡിയ ഇല്ലാത്ത ആളുകൾക്കാണ് ഞാനിത് പറയുന്നത്. റെഡി? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഞാനൊക്കെ പഠിപ്പിച്ച അതേ ഒരു ഓർഡർ ഇങ്ങനെ തന്നെയായിരിക്കും. അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്, PPE, അതുപോലെ ഇമ്പയർമെൻറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ബോറോയിങ് കോസ്റ്റ്, ഇതൊക്കെ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഗോ ത്രൂ അടിച്ചാൽ മതി, ചെയ്യാനൊന്നും നിൽക്കണ്ട. റെഡി? ബട്ട് ലെവൽ 2 പരമാവധിയൊക്കെ 1-2 ഒക്കെ ഓരോ ചാപ്റ്ററിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് സമയം നോക്കുക. റെഡി? ദാറ്റ്സ് ഇറ്റ്. 1.5 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അല്ല, ജസ്റ്റ് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ടു ഗോ ത്രൂ അടിച്ചാൽ മതി. റെഡി? അപ്പോൾ ഇത് നമ്മുടെ സ്ട്രോങ് ഏരിയ ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടൈമൊക്കെ അതിന് കൊടുക്കാം. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ റെഗുലർ ക്വസ്റ്റ്യൻ വരുന്ന 3 വലിയ സ്റ്റാൻഡേർഡുകളാണ് ഇൻഡേഴ്സ് 102, ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്, ലീസ്, റവന്യൂ. പിന്നെ ഇത് ചോട്ടാ സ്റ്റാൻഡേർഡ്സ് ആണ്. ജസ്റ്റ് ഒരു 1 അവറിനുള്ളിൽ ജസ്റ്റ് ഒരു ഗോ ത്രൂ അടിക്കുക. കാൽക്കുലേറ്ററിൽ 108, 113, 12, 21, 8. പിന്നെ തിയറി ടോപ്പിക്സ്, NBFC, ഗവൺമെൻറ് അക്കൗണ്ടിങ് നല്ല സ്ട്രെസ് കൊടുത്തിട്ട്, നല്ല ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കുക. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റിൽ എസ്പെഷ്യലി XBRL, അതുപോലെ QBL, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഡീൽ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. റെഡി? സോ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി പറയാനുള്ളത്. സോ ഫ്രം മൈ സൈഡ് ഐ ട്രൈഡ് മൈ ജെനുവിൻ, ഐ മേക്ക് എ ജെനുവിൻ ട്രൈ ടു ഗിവ് മാക്സിമം വാല്യൂ ടു യുവർ സൈഡ്. എക്സാം സൈഡിലാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും ഐ ട്രൈ ജെനുവിൻലി ടു ആഡ് മോർ ക്വസ്റ്റ്യൻസ്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് റിസൾട്ടാക്കി മാറ്റാൻ പറ്റട്ടെ. വിത്ത് ഓൾ ദ പ്രയേഴ്സ് ആൻഡ് ഓൾ ദ വിഷസ് ഫ്രം മൈ സൈഡ്, we will win. Surely we will win. Ready? So all the best. Bye bye.